ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും ഒരു വ്ളോഗൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ, നമ്മളെ കുട്ടീസിനെയൊക്കെ കൊണ്ട് നമ്മളെ കൊല്ലം ആശ്രാമത്ത് ഒരു ഫെസ്റ്റ് നടപ്പുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ലാർജസ്റ്റ് സൂപ്പർ റിയാലിറ്റി ആനിമേഷൻ ഷോ നടക്കുമായിരുന്നു. അപ്പോൾ നല്ല സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അകത്തേക്ക് പോവുകയാണ്. 100 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് പെറ്റ്സ്, അതായത് ബേഡ്സും പ്രാവ്, കോഴി, അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കരുതി സയാമീസ് ഇരട്ടയായിരിക്കും, നല്ല രണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കണ്ടാലേ അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ ഓരോരോ കിളികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കിളികളുണ്ടായിരുന്നു. ഒരു കിളി അവിടെ ഇരുന്നു പേരയ്ക്ക് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പേരറിയത്തില്ല, അങ്ങനെ ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ ആ കോഴിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല മയിലിനെയൊക്കെ പോലത്തെ ഒരുപാട് കോഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂവൻ കോഴി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കോഴികളുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കാലിൽ സോക്സ് ഇട്ട പോലത്തെ കോഴികൾ, പിന്നെ ഒരുപാട് ഇങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്ന കോഴികൾ, അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഫുള്ള് തൂവലായിട്ടിരിക്കുന്ന ഒരു കോഴിയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ കാടക്കോഴി മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ അതിനെയൊക്കെ തൊടാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പൂവൻ കോഴി, പിന്നെ പ്രാവുകളുടെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രാവ് ഇങ്ങനെ പീലി വിടർത്തിയും അല്ലാതെയൊക്കെ ഇരിക്കുന്നു. പിന്നെ മുട്ടയിട്ടിട്ട് നിൽപ്പുണ്ടായിരുന്നു ഒരുപാട് കോഴികൾ, പ്രാവുകൾ. അങ്ങനെ പിന്നെ ദാണ്ടെ നമ്മുടെ മെയിനായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമല്ല, നമുക്ക് സെൽഫി എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം പാമ്പിനെ നമുക്ക് കയ്യിൽ അവർ വെച്ച് തരും. അപ്പോൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അഫ്നൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോ കണ്ടപ്പോഴേ ഇങ്ങനെ ഒന്ന് വെക്കണമെന്നുള്ളത്. അപ്പോൾ അത്രയും സേഫ്റ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ അത് കൊടുത്തത്. അതിൻ്റെ ആൾക്കാരൊക്കെ അതിനടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ കൊടുത്തു. അതുപോലെ ആകെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു അതിനെ ഒന്ന് പിടിക്കാനും വെക്കാനും. കയ്യിൽ കൊടുക്കാനാണ് പറഞ്ഞത്, വെക്കേണ്ട, കയ്യിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് സത്യത്തിൽ അതിനെ നേരി കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അതിനെ തൊടാൻ തന്നെ പേടിയായിരുന്നു. അങ്ങനെ ആ ഒരു സെക്ഷനൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് നേരെ ദാണ്ട് ഈ ഒരു വലിയൊരു കിളി ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ നേരെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത സെക്ഷനാണ് മീനിൻ്റെ സെക്ഷൻ. മീനിൻ്റെ സെക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞു മീനുകൾ, അതുപോലെ തന്നെ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളർഫുള്ളായിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. പച്ചയും മഞ്ഞയും നീലയും ചുവപ്പും, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീനുണ്ടായിരുന്നു. അങ്ങനെ അതിനെല്ലാം കണ്ട് ആ ഒരു ലൈറ്റും കാര്യങ്ങളും പിന്നെ ആ ഒരു ശാന്തമായ അന്തരീക്ഷമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ദാണ്ട് ഈ ഒരു വലിയൊരു മീനെ കണ്ടു. ഇതെല്ലാം കണ്ട് നമ്മൾ അടുത്ത മെയിനായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആനിമേഷൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗുഹ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ ആദ്യം പുറത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ടതിന് ശേഷം അകത്ത് കയറണം. അകത്ത് കയറുമ്പം തന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനുള്ള ടൈമുണ്ട്. കാരണം അവർക്ക് ഇത്ര പേരൊന്നുണ്ട്, അത്രയും ആൾക്കാർ തികഞ്ഞതിന് ശേഷം മാത്രമേ അവർ ആ ഒരു ഷോ തുടങ്ങത്തുള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റോളം ഷോ ഉണ്ട്. നമുക്ക് അത്രയും നേരം നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ആ ഷോ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഷോ ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ വെയിറ്റിങ്ങിലാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നാട്ടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ. ബഹളം വെച്ചും കൈയടിച്ചും അങ്ങനെ ഒരുപാട് നല്ല അടിപൊളിയായിരുന്നു. പല സ്ഥലങ്ങളിലൂടെ നമുക്ക് പോകുന്ന പോലുള്ളൊരു ഫീലിംഗ് തരുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് വലിയവർക്ക് അത്ര ഫീൽ ആയിട്ടില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പം ആരെങ്കിലുമൊക്കെ കൊല്ലത്തുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ഷോ ഒക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഓണം ആയതുകൊണ്ട് സെപ്റ്റംബർ 22 വരെ ആക്കിയെന്നാണ് പറയുന്നത്. അപ്പം ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പം കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഇതപ്പം കുറച്ച് മുമ്പേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ തന്നെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു രസമാണ്, കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. നമ്മളപ്പോൾ ആ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. നല്ല ബഹളമാണ് അവിടെ, ആകെക്കൂടി നല്ല ബഹളമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്.
അപ്പം ഒരു കഥ ഒരു സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റത്തോളം നമ്മൾ ആ കണ്ടുകൊണ്ട് നിൽക്കും. നമ്മൾ ആ ഒരു ആകാംക്ഷയിൽ എന്തൊക്കെയാണെന്നുള്ളതും ഏത് സ്ഥലത്താണെന്നുള്ളതും ഒക്കെയുള്ളത് നമ്മളിങ്ങനെ കണ്ട് 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 ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മെയിനായിട്ട് ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതായിരുന്നു. അങ്ങനെ ആ ഒരു സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പം കുറേശ്ശെ പേരായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് നമ്മൾ. ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെരുപ്പൊക്കെ എടുത്തിട്ടതിന് ശേഷം അടുത്തുള്ള ആ ഒരു സ്ഥലത്ത് ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് വെച്ചിട്ടുണ്ട്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മാറി മാറി ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സെൽഫി പോയിന്റിൽ നിന്ന് നമ്മൾ സെൽഫിയും ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ദാണ്ട് ഈ ഒരു മിഷീൻ്റെ അടുത്താണ് അവിടെ നിന്ന് നേരെ പോകുന്നത്. ഇത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു 8 തരം നമ്മുടെ ബാക്ക് പെയിൻ ആണെങ്കിലും കാലുവേദന, വെരിക്കോസ്, അങ്ങനെയുള്ള എല്ലാ ഇതിനുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ആ ഒരു മെഷീൻ. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിരുന്നു ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഒരു ഇതുണ്ടായിരുന്നു. അതിന് ശേഷം അവിടെ നിന്ന് പിന്നെ കുറേ ഷോപ്പിംഗ് നടത്താനുള്ള ഷോപ്പുകളാണ് അവിടെ ഉള്ളത്. മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടോയ്സ് ആണെങ്കിലും ഫാൻസി ഐറ്റം ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് ഐറ്റം ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് റബ്ബർ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എടുത്തൊന്ന് പിടിച്ച് നോക്കി. അപ്പോൾ എന്തുകൊണ്ടും നല്ല അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാനും. അവിടെ നിന്ന് ഓരോരോ കുഞ്ഞ് ഐറ്റം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഫ്നൂസിന് സിഗരറ്റ് മുട്ടായി വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി അലുവ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പൊരിയുണ്ടയൊക്കെ വാങ്ങിച്ചു. സിഗരറ്റ് മുട്ടായൊക്കെ തിന്നിങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ അച്ചാർ കട കണ്ടത്. അവിടെ ആ അച്ചാറെല്ലാം കഴിഞ്ഞ് അതൊക്കെ നോക്കി. പിന്നെ ഫോണിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്പ്രേയും മത്തറും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ശർക്കര, കരിപ്പെട്ടി, പിന്നെ ഫ്ലവേഴ്സ്, ചെരുപ്പ്, ബാഗ്, ഡ്രസ്സ്, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഷോപ്പുകളെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ എന്ത് വേണമെന്ന് നോക്കി തിരഞ്ഞെടുത്താൽ മാത്രം മതി. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് ക്ഷീണിച്ച് വരുമ്പോഴാണ് നമുക്ക് ഫുഡ്. അപ്പോൾ അതായത് പാനിപൂരി ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ജ്യൂസ് അങ്ങനെ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. നമ്മൾ പാവ് ബജിയാണ് വാങ്ങിയത്. ആ ഒരു ബണ്ണിനകത്ത് ഇതുപോലെ അവർ മസാലയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് തരുന്നതാണ്. അങ്ങനെ നമ്മളത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു അത്. അങ്ങനെ അത് വാങ്ങി കഴിച്ചതിന് ശേഷം പിന്നെ പോയി ഓരോ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഓരോ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ അവിടുത്തെ ഒരു ഫെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ ഐറ്റംസ് അവിടെ നിരത്തി വെച്ചിട്ട് നമുക്ക് എറിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഗെയിം നമ്മൾ തോറ്റുപോയി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിൽ ആദ്യം ആ ഒരു ഗെയിം കളിച്ചപ്പോൾ നമുക്കൊരു സോപ്പ് കിട്ടിയായിരുന്നു. പിന്നെ ദാണ്ട് ഈ ബോൾ ഇട്ട് നമുക്ക് അവർ പറയുന്ന അത്രയും നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കറക്റ്റ് നമ്പർ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിരിക്കുന്നതിൽ ഏത് നമ്പറാണോ വരുന്നത് ആ ഐറ്റം നമുക്ക് കിട്ടും. അങ്ങനെ ആ ഒരു ഗെയിമും ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കളിച്ച് അത് എണ്ണി നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഐറ്റമാണ് തേണ്ടേ ഈ ഒരു കപ്പ് കിട്ടി. അങ്ങനെ ആ കപ്പ് കിട്ടി. അതിനുശേഷം വീണ്ടും കളിക്കണമെന്നും പറഞ്ഞ് ഷർമി വീണ്ടും അതെടുത്തിട്ട് വീണ്ടും കളിക്കുവാണ്. അങ്ങനെ ആ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ആ ഗെയിമിൻ്റെ പ്രത്യേകത. അങ്ങനെ അത് കളിച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് അതിൽ നിന്നും എണ്ണി നോക്കിയപ്പോൾ ഒരു അരിപ്പ് കിട്ടി. അങ്ങനെ ഏകദേശം ഒരു 2-3-4 ഐറ്റം കിട്ടി എന്തായാലും. അങ്ങനെ അത് കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ഷർമിയുടെ നല്ലറി ഓരോന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആ ഒരു ഗ്രൗണ്ടിൽ പിന്നെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കച്ചവടക്കാരും എല്ലാം ഉണ്ട്. ഹൈഡ്രജൻ ബലൂണും ഐസ്ക്രീമും അങ്ങനെ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും പുറത്തും നമ്മളെ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറത്തൊക്കെ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ ഒരു എൻട്രി സെറ്റ് ചെയ്തിരിക്കുന്നത് അവർ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പോവുകയാണ്. അങ്ങനെ അപ്പം അത്യാവശ്യം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 9 മണി കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ചു യാത്ര പോവുകയാണ്. പിന്നെ നേരെ പോകണ ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഒരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. പുട്ടും അതുപോലെ തന്നെ നമ്മുടെ ന്യൂഡിൽസ് കാര്യങ്ങൾ, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ പുട്ടൊക്കെ കഴിച്ചു. അവിടെ നിന്ന് പിന്നെ നേരെ അടുത്താണല്ലോ നമ്മുടെ കൊല്ലം ബീച്ച്. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ടും കൂടി പോകാമെന്ന് കരുതി നേരെ കൊല്ലം ബീച്ചിലൊക്കെ പോവുകയാണ്. അങ്ങനെ കൊല്ലം ബീച്ചിലൊക്കെ പോയി നല്ലതുപോലെ കുഞ്ഞുങ്ങൾ കളിച്ചു. വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വേറൊന്നും വേണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നല്ലതുപോലെ കളിച്ച് ആസ്വദിച്ചൊക്കെ പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. അപ്പം ബാക്കിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.